വിശുദ്ധ റമളാനിലെ 22-ാം ദിനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇൻഷാ അള്ളാ, ഇന്ന് മഗ്‌രിബോടുകൂടി റമളാനിലെ അവസാനത്തെ 10-ലെ ഒറ്റ രാത്രിയിലെ 23-ാം രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അള്ളാ, ലൈലത്തുൽ ഖദറിനെ കൂടുതലായി പ്രതീക്ഷിക്കേണ്ട 23-ാം രാവ്. ദുആക്ക് ഇജാബത്തുള്ള അല്ലാഹു തആല അടിമകൾക്ക് പാപമോചനം ഉറപ്പാക്കിയ ഖുർആൻ ഇറക്കപ്പെട്ട അതിവിശിഷ്ടമായ രാത്രികൾ. ഇന്നത്തെ രാത്രി തന്നെ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ ആവശ്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും. ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അല്ലാഹു എടുത്തുകളയും. അതാണ് സയ്യിദ് ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറുകളുടെ നേതാവ്. അല്ലാഹു തആല ലൈലത്തുൽ ഖദർ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ആമീൻ. റമളാനിന്റെ അവസാനത്തിൽ പറയുന്ന 3 ദുആകൾ പറയാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹു നമുക്കെല്ലാവർക്കും നരകമോചനം തരുകയും സ്വർഗപ്രവേശനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ നമ്മളുടെ ഭക്ഷണം, വെള്ളം, ജീവിതം, മക്കൾ എല്ലാ കാര്യത്തിലും അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങളുണ്ടാകും. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അവൻ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു തആല അവൻ്റെ റിസ്ക് വിശാലമാക്കി കൊടുക്കും. മനസ്സിലുള്ള വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം മാറാൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഈ റമളാനിലെ എല്ലാ ദിവസവും സയ്യിദ് ഇസ്തിഗ്ഫാർ മുടങ്ങാതെ ഒരു തവണയെങ്കിലും പറഞ്ഞിരിക്കണം. ഇൻഷാ അല്ലാഹ്. സയ്യിദ് ഇസ്തിഗ്ഫാർ ഒരു തവണ പറയാം. ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനീ വഅനാ അഅ്ബുദുക വഅനാ അലാ അഹ്ദിക വവഅദിക മാ ഇസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് സയ്യിദ് ഇസ്തിഗ്ഫാർ. ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ചൊല്ലാൻ മറക്കരുത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനീ വഅനാ അഅ്ബുദുക വഅനാ അലാ അഹ്ദിക വവഅദിക മാ ഇസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഏകദേശം ഇതിന്റെ അർത്ഥം, അല്ലാഹുവേ, നീയല്ലാതെ മറ്റ് ആരാധനക്ക് അർഹനില്ല. നീ എൻ്റെ രക്ഷിതാവാണ് അല്ലാഹ്. നീ എൻ്റെ പരിപാലകനാണ് അല്ലാഹ്. നീയാണെന്നെ സൃഷ്ടിച്ചത്. നീ എൻ്റെ റബ്ബാണ്. ഞാൻ നിന്റെ അടിമയാണ്. നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള പാപമോചനം എനിക്ക് നീ നൽകണേ നാഥാ. നീ വിധിച്ചിട്ടുള്ള എല്ലാ ഷർറുകളെ തൊട്ടും ആപത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും നീ എന്നെ കാക്കണേ അല്ലാഹ്. നിന്റെ ഒരുപാട് നിഅമത്തുകൾ ഓശാരമായി തരണേ അല്ലാഹ്. എൻ്റെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. എനിക്കു നീ പുറത്തു തരണേ അല്ലാഹ്. നിശ്ചയമായും നീയല്ലാതെ മറ്റാരും എൻ്റെ പാപങ്ങൾ പൊറുക്കാനില്ല. ഇതാണ് സയ്യിദ് ഇസ്തിഗ്ഫാറിന്റെ ഏകദേശ അർത്ഥം. കുറച്ച് ദിക്റുകളും ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم.
ഇന്നത്തെ ദിവസത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു ചെയ്യുവാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.